സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഇന്ന് മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമായിട്ടാണല്ലോ നാം ആചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വനിതാ ദിനത്തിന്റെ എല്ലാ മംഗളങ്ങളും നിങ്ങൾ ഓരോരുത്തർക്കും ആശംസിക്കുന്നു. എന്തിനാണ് വനിതകൾക്ക് മാത്രമായി ദിവസം മാറ്റിവെച്ചിരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സ്ത്രീത്വത്തെ ആദരിക്കുവാനും സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികളും പ്രശ്നങ്ങളും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്താനും നീക്കിവച്ചിരിക്കുന്ന ഒരു ദിനമാണ് അന്താരാഷ്ട്ര വനിതാ ദിനം. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നാം ജീവിക്കുന്നത്. വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ, കുടുംബം, സമൂഹം തുടങ്ങി എല്ലാ മേഖലകളിലും സ്ത്രീകൾ നേടിയ വിജയത്തിന്റെ ഓർമ്മപ്പെടുത്തലും കരുതലും കൂടിയാണ് ഈ വനിതാ ദിനം. ലോകത്തിലെ എല്ലാ വനിതകൾക്കുമായി ഒരു ദിനം എന്ന ആശയത്തിൽ നിന്നാണ് വനിതാ ദിനം രൂപപ്പെടുന്നത്. ഓരോ ദിനവും നമ്മൾ ആചരിക്കുമ്പോൾ അതിൻ്റെതായ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ടാണ് നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. അവകാശത്തോടൊപ്പം ഓരോന്നിന്റെയും ഉത്തരവാദിത്തങ്ങളും നാം നിറവേറ്റണം. 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങേണ്ടതല്ല സ്ത്രീകളുടെ ജീവിതം. മുന്നിലെ പ്രതിസന്ധികൾ മറികടന്ന് വിജയത്തിലേക്ക് പിടിക്കാൻ ഓരോ സ്ത്രീക്കും കഴിയണം. സ്ത്രീകൾ ഒരിക്കലും ദൈവത്തിന്റെ മനോഹരമായ സൃഷ്ടിയാണ്. Women and girls, rights, equality and empowerment. എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ, സമത്വം, ശാക്തീകരണം എന്നിവ പ്രാധാന്യം അർഹിക്കുന്നു. പണ്ടത്തെ തലമുറകളെ അടുക്കളയിൽ തളച്ചിട്ടതുപോലെ ഇപ്പോഴത്തെ തലമുറയെ തളർത്തരുത്. ഒരുപാട് സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടെന്നുള്ള തിരിച്ചറിവുള്ളവരാണ് ഇന്ന് ഓരോ സ്ത്രീയും. സ്ത്രീയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ട മനോഭാവം ഓരോ വ്യക്തികളിലും രൂപപ്പെടേണ്ടതുണ്ട്. മറ്റാരേക്കാളും തങ്ങൾ പിന്നിലല്ല എന്ന് എല്ലായ്പ്പോഴും സ്ത്രീകൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. വലിയ വലിയ ലക്ഷ്യങ്ങളെ എത്തിപ്പിടിക്കാൻ സ്ത്രീകൾക്ക് കഴിയണം. പ്രശ്നങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളുടെയും മാറ്റി നിർത്തലുകളുടെയും തളർന്നു പോകാതെ കൂടുതൽ ഉയരങ്ങളെ കെട്ടിപ്പിടിക്കാൻ ഓരോ സ്ത്രീയും പ്രാർത്ഥിക്കേണ്ടതാണ്. സ്ത്രീ ഒരു മാതാവ്, അമ്മ, ഭാര്യ എന്നീ നിലയിൽ ധാരാളം ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നു. മറ്റാർക്കും ഒരു പക്ഷേ അതിന്റെ പൂർണ്ണയിലെത്താൻ കഴിയുമെന്ന് സംശയിക്കുന്നു. എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഓരോ അമ്മമാരും അവരവരുടെ കുടുംബത്തെ പറ്റി ഒന്ന് ചിന്തിച്ചാൽ മതിയാകും. വിശുദ്ധ ബൈബിളിൽ നമുക്ക് മാതൃകയാകുന്ന അനേകം സ്ത്രീരത്നങ്ങളുണ്ട്. അതിന്റെ ഉദാഹരണമാണ് ഏറ്റവും മഹത്വവതിയായ പരിശുദ്ധ അമ്മ എലിസബത്ത്. കർത്താവിന്റെ ഉദ്ധാനത്തിന് സാക്ഷിയായ വിശുദ്ധ മർത്തമ്മയുണ്ട്. സുഭാഷിതങ്ങൾ 31-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: സൗകുമാര്യം വഞ്ചന നിറഞ്ഞതും സൗന്ദര്യം വ്യക്തവുമാണ്, എന്നാൽ ദൈവഭക്തിയുള്ള സ്ത്രീ പ്രശംസ അർപ്പിക്കുന്നു. ഇന്നത്തെ ദിവസം സ്ത്രീകളുടെ കരുത്തിനെയും നേട്ടങ്ങളെയും അഭിമാനത്തോടെയും സന്തോഷിച്ചു സ്നേഹത്തിന്റെയും വീരതയുടെയും ദീപങ്ങളായ എല്ലാ സ്ത്രീകൾക്കും സ്നേഹം നിറഞ്ഞ വനിതാ ദിനങ്ങൾ ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ നർത്തനത്തിൽ